നമസ്കാരം ഗൈസ്, ആദ്യത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു വില്ലേജ് ടൂറാണ്. ഇന്ന് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി അരച്ചിലാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്ന് അറിയില്ല. നമ്മുടെ ആവശ്യം നടന്നാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ വീണ്ടും മൂഞ്ചി കുത്തി തിരിച്ച് വീണ്ടും നാളെയും പോകേണ്ടി വരും. എന്നാലും പോകുന്നത് നടന്നാലും പോയി നോക്കട്ടെ. ആ കോപ്പിലെ PF ഒന്ന് പാസ്സാക്കിയിട്ട് 6 പാസ്സാക്കി തരുന്നില്ല. നമ്മൾ 3 വർഷം അപേക്ഷിച്ചിട്ടും നമ്മൾ വീണ്ടും റിജക്റ്റാക്കി കളയുന്നത്. പോയി നോക്കട്ടെ, നടക്കൂലെന്ന്. സ്ഥിരമായിട്ടുള്ള നമ്മളെ പോസ്റ്റിൽ വീണ്ടും പോസ്റ്റ് ഇരിക്കുകയാണ് ഗൈസ്. രണ്ടാമതും കൂടി പോസ്റ്റ് ഇരിക്കുകയാണ്. സമയം 8 മണി 8:10 അല്ലേ, 8:30 എന്നൊരു ബസ് ഉണ്ടോ നോക്കുന്നുണ്ട്. ആ ബസ്സിനാണ് പോകേണ്ടത്. 8:10 ബസ്സിനാണ് പോകേണ്ടത്. അതിനിടയ്ക്ക് തേങ്ങാസ്തുതി അവളുടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ആ ഫോണൊന്ന് അടങ്ങി വെക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. എപ്പോൾ നോക്കാലും ഫോണിലേക്ക് ചാവും. ഞാൻ ചാവും. എനിക്കറിയാം. ഞാൻ ഫോൺ നോക്കുന്നത് എൻ്റെ യൂട്യൂബിൻ്റെ വ്ളോഗിനും ഇൻസ്റ്റാഗ്രാമിലെ അപ്ഡേറ്റ്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ പോലെ ഫുൾ ടൈം കണ്ട റീൽസ് അല്ലെങ്കിൽ ഫോട്ടോയും കണ്ട് അല്ലെങ്കിൽ സിനിമയും കണ്ടിരിക്കില്ല. ഫുൾ ടൈം ഫോണിൽ പിടിങ്ങി വെച്ചാൽ അപ്പം തന്നെ ഫോൺ വേണം എടുത്ത് കഴിയും. ഫോണില്ലെങ്കിൽ ഇവിടെ വെറുതെ ഇരിക്കുന്നോണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അതേ സമയത്ത് എന്തെങ്കിലും വർക്കിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഫോൺ എടുക്കാറില്ല. വിളിച്ചാൽ പോലും എടുക്കൂല. ഇവിടെ അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ പോലും ഫോൺ വേണം. ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. എന്താ പറയാ, നമ്മളിവിടെ മഴയൊക്കെ പെയ്ത് ഇടി വെട്ടി കഴിയുമ്പോഴത്തേക്ക് കൂണുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഉണ്ടാവണത് തന്നെയാണ്, പക്ഷെ ഇതാണ് അരിക്കൂണ്. നമ്മൾ പുറത്ത് വന്നുകൊണ്ടാണ് എടുക്കാത്തത്. അരിക്കൂണാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യില്ല ആ സാധനം. അരിക്കൂണ് നിറയെ പിടിച്ചിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഇതൊന്ന് ഇതായി കഴിഞ്ഞാൽ പറിച്ചുകൊണ്ടാവും ആൾക്കാരാണ്. ഇതാണ്ട ഇടിയോട്ടിട്ട് ഇഷ്ടം പോലെ സൈഡിൽ പിടിച്ചിപ്പോണ്ട്. ഇവിടുത്തെ എല്ലാവരും എന്താ പറയുക, ജോലിക്ക് പോകുന്നത് കൊണ്ട് പറിക്കാത്തതാണ്. എന്തായാലും തിരിച്ചു വരുമ്പോഴുണ്ടെങ്കിൽ ഞാൻ പറിച്ചുകൊണ്ട് പോകുന്നതാണ് ഗൈസ്. ഇവിടെ വേണ്ട, അവിടെയൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ നമ്മൾ യാത്ര കഴിഞ്ഞിട്ട് പറിക്കുന്നില്ല. തിരിച്ചു വരുമ്പോ സാധനം ഉണ്ടെങ്കിൽ പറിച്ചിട്ട് പോകുന്നതായിരിക്കും. പറയൂ. കുറെ നേരം പെട്ടെന്ന് ഓട്ടോ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ. റിട്ടേൺ ഓട്ടോറിക്ഷ ഒന്നും ഇല്ല. ഇത് ആപ്പുള്ള ഓപ്ഷൻ 8:00 ബസ്സാണ്. അത് കയറി ലങ്ങേര് വന്നിട്ട് വണ്ടി സൈഡാക്കി പതുക്കെ സ്ലോ ആക്കിയിട്ട് വായി നോക്കിയിട്ട് പോകുന്നത്. മൈ ഗാഡ്, ആണാണോ രണ്ടും പെണ്ണാണോ എന്ന് നോക്കിയതാണത്. ആൾക്കാർക്ക് എന്തോ ഒരു സംശയം അറിയാമോ. കഴിഞ്ഞ ദിവസം ഇവളുടെ കൂട്ടുകാരിയുടെ കൂടെ ഞാൻ ഇവളുടെ കൂടി സംസാരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവള് വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ അപ്പം ചോദിക്കണം, നീ അതോടെ 2 ചെക്കന്മാരോട് ഇറങ്ങാൻ പോയാ എന്ന് ചോദിച്ചിട്ട് ഒച്ചപ്പാടും ബഹളുണ്ടായിരുന്നൊക്കെ. ഒച്ചപ്പാടും ബഹളുണ്ട്. ഈ താഴെ തന്നെ ആളുടെ വീട് നമ്മളെ ഫസ്റ്റത്തെ ഒരു 2-3 വീഡിയോയിൽ അവരുണ്ട്. നമ്മളെന്തായാലും ഒരു ദിവസം അവിടെ പോകുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ലുലു മാളിലൊക്കെ പോയപ്പോൾ ആ വീട്ടിൽ അവിടെ ഉണ്ട്. നമ്മളെന്തായാലും അവളുടെ വീട്ടിലൊന്നും പോയി വീഡിയോ എടുക്കുന്നതായിരിക്കും. നമ്മൾ ഇപ്പോഴല്ല, പിന്നെ ഒരു ദിവസം അല്ലേ അവൾ കുറേ പ്രാവശ്യം വിളിക്കുന്ന വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ട്. നമ്മൾ നേരെ പോയിട്ടില്ല. നമ്മൾ പോകുമ്പോൾ വിളിക്കുന്നതായിരിക്കും. ഇപ്പം ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, റിട്ടേൺ ഓട്ടോറിക്ഷ നോക്കട്ടെ. നമ്മളെ എന്താ പറയുക, നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, ഭയങ്കര രസമാണ്. ഭയങ്കര തണുപ്പാണ്. ചുറ്റും ഇങ്ങനെ എന്താ പറയുക റബ്ബറും ഇത് വേണ്ട, ചുറ്റിനും റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമാണ്. ബസ് സ്റ്റോപ്പിന് ഷെഡ് ഇല്ലെങ്കിൽ പോലും നല്ല തണുപ്പാണ്. മഴ പെയ്താൽ ചൂടാണെങ്കിലും തണുപ്പാണ്. പിന്നെ എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ എനിക്കില്ല മലപ്പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒരു വഴിയില്ല അതുപോലെയൊക്കെ ഓർമ്മ വരിച്ചില്ല. കാരണം ദൂരക്കാഴ്ചയിൽ ശരിക്കും ഇപ്പം വല്ല മലപ്പുറത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ ട്രോളരുത്, എന്നെ കഴുകി ഒഴിക്കരുത്. ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ഇതാണ്. കാരണം 2 സൈഡും കണ്ടോ ഫുള്ളും മരങ്ങളാണ്. ഭയങ്കര തണുപ്പുമാണ്. ഇവിടെ വെയിലാണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നന്നായിട്ട് തണുപ്പ് എപ്പോഴും ഉണ്ടാകും. മഴ പെയ്ത് കഴിഞ്ഞാൽ കുട വേണം. നമ്മളെ കൂടെ വന്നിട്ട് പട്ടികൾ ഇതുവരെ പോയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി വീടുകളൊന്നും ഇല്ല. അങ്ങൊക്കെ 4-3 വീടുകളൊക്കെ ഉള്ളൂ. തിരക്കില്ല. അതിനനുസരിച്ച് പക്ഷെ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ മൂഞ്ചും, ശരിക്കും മൂഞ്ചും. പിന്നെ ഇതുപോലെ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിലൊക്കെ പോവാം സുഖമായിട്ട്. ഫൈനലി ഗൈസ് നമുക്ക് ബസ്സിൽ ചാരുമുടക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്ന് നമ്മളെ അയാൾ നല്ല കുഴിയിൽ ഇറക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ബസ് കയറി പോകുന്നത്. അപ്പോൾ പുള്ളിക്ക് ഇതുവരെ കൊടുത്ത് ഇവിടെ നിന്ന് ചാരുമുടക്ക് 13 വെച്ച് ഇറങ്ങി 50 കൊടുത്ത് 26 കൊടുക്കണമെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. എന്തായാലും ചാരുമുട ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് MLA ഓഫീസിൽ പോകണം. എന്തായാലും നോക്കട്ടെ.
ഇവിടെ നിന്ന് ഇനിയിപ്പോൾ MLA ഓഫീസിൽ പോകുമ്പോൾ എത്ര സമയമൊന്നും അറിയില്ല. MLA കാണാൻ പറ്റുന്ന സംശയമാണ്. കാരണം പുള്ളി 8 മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്ന പറയുന്ന സമയത്തിന് 8 മണി കഴിഞ്ഞ് 8:15 അപ്പോൾ നമുക്ക് ബസ് പുള്ളി കാണാൻ പറ്റുന്ന 8:15 8:30 അപ്പോൾ നമുക്ക് പുള്ളി കാണാൻ പറ്റുന്ന അറിയില്ല. എന്നാൽ നമുക്ക് പോയി നോക്കാം. ഇവിടുത്തെ മെയിൻ പ്രത്യേകത വെച്ചാൽ വാതിലത്തേക്ക് ഇരുന്നാൽ നമ്മൾ എപ്പോഴും നമ്മുടെ മുഖത്തേക്കും തലയ്ക്കൊക്കെ മരങ്ങളടിക്കും ഒക്കെ ചെയ്യുന്നതാണ്. എല്ലാ റോഡിലേക്ക് ചാഞ്ഞേക്കുന്ന മരങ്ങളാണ്. അത് കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ താഴത്ത് അകത്ത് പ്രശ്നങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് പുറത്ത് കാര്യം ചെയ്യുന്നത്. ഫൈനലി കേസ് നമ്മൾ ചാലോട് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. ശ്രുതിക്കറിയാൻ സ്ഥലം, ശ്രുതിക്ക് വഴി അറിയുള്ളൂ. ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ പോകുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യുക എവിടെ പോകുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ജംഗ്ഷൻ. ഇവിടെ നമുക്ക് മെയിനായിട്ട് വീട്ടിൽ നിന്ന് ഇവിടെ ഓട്ടോ പിടിച്ച് വന്നിട്ട് ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ബസ്സിൽ പോകാറ്. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ വെയിറ്റിംഗ് ആണ്, നോക്കാം. ഗൈസ് നമ്മളിപ്പോൾ ചാലക്കുടി ബസ്സൊക്കെ കയറിപ്പോൾ എവിടെ എത്തി കൂടെ സ്ഥലത്തിൻ്റെ പേര് കുളപ്പടെത്തി ഗൈസ്. സംഭവം നമ്മളിനി കാട്ടക്കട പോകാം. കാട്ടാക്കടയിൽ നിന്ന് വീണ്ടും പോകണം അല്ലേ? നമ്മൾ പ്രാവശ്യം പോയതാന്ന് തോന്നുന്നു. കാട്ടാക്കടയിൽ നിന്ന് വീണ്ടും കുറച്ചിട്ട് പോകാനുണ്ട്. അല്ല, അന്ന് നമ്മൾ ഓഫീസിലാണ് പോയത്. നമ്മൾ MLA വീട്ടിലാണ് പോണത്. അപ്പോൾ കാട്ടാക്കടയിൽ നിന്ന് വീണ്ടും കുറേ പോകാനുണ്ടെന്ന് പറഞ്ഞത്. നമ്മുടെ അവസ്ഥ വീട്ടിലുള്ളതും ഇച്ചിരി കാട് പിടിച്ച് ഏരിയയാണ് പറഞ്ഞത്. കാട്ടാക്കട പേര് പോലെ തന്നെ ഭയങ്കര കാട് പിടിച്ച് ഏരിയയാണ് സുഖമാണത്. നമുക്ക് പോയി നോക്കാം. കാട് പിടിച്ച് ഏരിയയിൽ എന്തെങ്കിലും ബസ്സൊക്കെ എന്തായാലും എത്തുന്നുണ്ട്. നമുക്ക് കുഴപ്പമില്ല. തിരുവനന്തപുരം ടൗണിൽ നിന്ന് ബസ്സുണ്ട് ഇഷ്ടംപോലെ. നമുക്കാണ് ബസ് എപ്പോഴും ഇല്ല. നമ്മുടെ സർക്കുലറായതിൻ്റെ പേരിൽ നമുക്ക് ബസ് എപ്പോഴും ഇല്ല. ഈ ഏരിയയിലൊക്കെ ബസ് ഡയറക്റ്റ് ബസ്സാൻ്റെ ഏരിയ എപ്പോഴും ഉണ്ട്. നമുക്കെല്ലാവരും അവിടെ പോയി നോക്കാം. ഇനി ഒരു 4 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇതാണ് നമ്മൾ കുളപ്പട ബസ് സ്റ്റോപ്പ്. ഈ കുളപ്പട ബസ് സ്റ്റോപ്പ് നമ്മൾ ഇവിടെ നിന്നാണ് വില്ലേജിൽ പോണത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് റോഡിൽ കയറി പോകുമ്പോഴാണ് വില്ലേജിൽ പോണത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് വില്ലേജിൽ പോണത്. അപ്പോൾ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മളിപ്പോൾ ആര്യനാട് ബസ് സ്റ്റാൻഡ് എത്തി ഗൈസ്. ഇതാണ് ആര്യനാട് ബസ് സ്റ്റാൻഡ്. പിന്നെ ഇവിടെ നിന്നും വീണ്ടും പോകണം കാട്ടാക്കടയ്ക്ക്. ഇവിടെ നിന്ന് കുറേ പോകണ്ടേ കാട്ടാക്കടയ്ക്ക്? ഇവിടെ നിന്ന് കുറേ പോകണമെന്ന് ശ്രുതി പറഞ്ഞത്. അവിടെ 2 പിള്ളേർ ഒന്ന് കൂത്തും ഒരുത്തും ഒന്നും മറിയാണ്. മറ്റും തിന്നോണ്ടിരിക്കാൻ തോന്നുന്നു. നമ്മളെ 2 പട്ടി മച്ചാന്മാർ ഇപ്പോണ്ട്. ബസ് സ്റ്റോപ്പിൽ ബസ് തിരിച്ച് നിർത്തിയാണ്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കുമെന്ന് അറിയില്ല. ആദ്യം നിർത്തൂല, പെട്ടെന്ന് എടുക്കും തോന്നുന്നു. നോക്കാം. പറഞ്ഞ പോലെ തന്നെ ബസ് പെട്ടെന്ന് എടുത്ത് കഴിച്ചു. നമ്മൾ അന്ന് MLA ഓഫീസിൽ വന്നത് ഇവിടെയാണ്, അതിൻ്റെ മുകളിലാണ്. ഇവിടെ നിന്ന് വീട്ടിലേക്ക് കുറേ ദൂരം കൂടി പോകാനുണ്ട്. എത്ര ദൂരം പോകണമെന്ന് അറിയില്ല, നോക്കാം. കുറച്ച് ദൂരം പോകാനുണ്ടെന്ന് പറഞ്ഞത്. കാരണം കാട്ടാക്കടത്തിന് ഉള്ള ഏരിയയാണ്. പോകാണ്ടെന്ന് പറഞ്ഞത്. പോയി നോക്കാം. ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് കാട്ടാക്കടയാണ്. നമുക്ക് അവിടെ നിന്ന് പോകാനുണ്ട്. ഇത് നല്ലൊരു പുഴയായിരുന്നു, ചെറിയ. പക്ഷേ ഇത്രയൊക്കെ മഴയൊക്കെ ആ പുഴയിൽ വെള്ളം തോന്നിയിട്ടില്ല. ചെറിയുടെ സമയം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് കാരണം നമ്മൾ ആര്യനാട് തന്നെയാണ്. പക്ഷേ ഇവിടെ IT ഉണ്ട് തോന്നുന്നു. ഒരുപാട് പിള്ളേർ ഇറങ്ങുന്നുണ്ട്. ഞാൻ കാണിച്ചില്ല ഗൈസ്. ഞാനും IT ഫിറ്ററാണ് വിളിച്ചത്. കുറേ പിള്ളേർ ഇറങ്ങുന്നുണ്ട്. ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. ഫുള്ള് ആമ്പിളാണ്. കുറച്ച് പിള്ളേരുണ്ടാവും. IT പിള്ളേർ വളരെ കുറവാണ്. എന്തായാലും എല്ലാവരും ഇറങ്ങി. ഇപ്പം ബസ് ഏകദേശം കുറച്ച് കാലേ അവസ്ഥയായി. നമ്മൾ കുറ്റിച്ചലെത്തി. കുറ്റിച്ചൽ ബസ് സ്റ്റോപ്പ് മെയിൻ പോകാൻ തോന്നുന്നു. ഇവിടെയൊക്കെ ചെറിയ ചെറിയ തട്ടുകളും കടകളൊക്കെ കാണുമ്പോൾ പണ്ടൊക്കെ എൻ്റെ മുത്തശ്ശി എന്നെ കൊണ്ട് പെൻഷൻ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഇതുപോലത്തെ കടകളൊക്കെ ഭക്ഷണം വാങ്ങിച്ചിരുന്നു. പാലക്കാട് ഇരിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ വരുന്നത്. നമ്മൾ ചിക്കൻ തോരനൊക്കെ ഉണ്ട്. പക്ഷെ പൈസ ഇല്ല. നമുക്ക് പൈസ ഇല്ല. വാങ്ങിച്ചോ കുഴപ്പമില്ല. വാങ്ങിച്ചോണ്ട് കുഴപ്പമില്ല.
ദിലീപ് പറഞ്ഞോളൂ, ഞാൻ ഭയങ്കര വായനശീലനാണ്. എല്ലാ ബോർഡും വായിക്കും, കണ്ണി കണ്ട എല്ലാ ബോർഡും വായിക്കും എന്ന് പറഞ്ഞ പോലെ. നീ വായിച്ചോ, കുഴപ്പമില്ല. പക്ഷെ വാങ്ങാൻ പൈസ ഇല്ലെന്ന് തോന്നും. കുട്ടിച്ചെന്ന് ബസ് എടുത്തു. സ്ഥലമൊക്കെ നല്ല പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലമാണ്. രണ്ട് സൈഡും നല്ല മരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളി സ്ഥലമാണ്. കൊച്ചി പോലെ ഫുള്ളും മരങ്ങളൊക്കെ വെട്ടി ഭയങ്കര വൃത്തിയുണ്ടാക്കിയ അവസ്ഥയായിരുന്നില്ല. എല്ലാം നല്ല സ്ഥലമാണ്. കൊച്ചിയിൽ മരങ്ങൾ വിട്ട് ഞാൻ സ്ഥലം കണ്ടിട്ടുള്ളത് ആപ്പാട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ രണ്ട് സൈഡായിട്ട് നമ്മൾ HMTയുടെ സ്ഥലത്തിലുള്ള മരങ്ങൾ വെട്ടാതെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. അത് മാത്രമേ ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. പിന്നെ കാക്കാട് ഭാഗത്തേക്കുണ്ട് ഈ മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മേജർ ഏരിയയിലും മരങ്ങളില്ലാത്ത സ്ഥലങ്ങളെല്ലാം വ്യത്യസ്ത സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഒരു എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. മെയിൻ കാരണം ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതെല്ലാം പ്രത്യേക സുഖമാണ്. ഒരു തണുത്ത കാറ്റും പിന്നെ തണലൊക്കെ ഫീൽ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയാണ്. വെയിലത്ത് ഒരു തണുപ്പ് കാറ്റുണ്ട്. എന്താ ഫൈനലി ഗൈസ് നമ്മൾ കാട്ടാക്കട എത്തി. കാട്ടാക്കട ഒരു പള്ളിയുണ്ട്, അടിപൊളി പള്ളിയാണ്. നമ്മൾ കാട്ടാക്കട എത്തി. നമ്മൾ വരണക്ക് വേറെ പള്ളിയൊക്കെ ഉണ്ടായിരുന്നു, അമ്പലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വീഡിയോ ലെങ്ത് കൂടി പോകും. ഇല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന വീഡിയോക്ക് മിക്ക ലെങ്ത് കൂടി പോകുന്നതിന് പരാതി കൂടുതലാണ്. എനിക്ക് മഴയൊക്കെ എഡിറ്റിംഗ് പോലും അറിയാൻ പാടില്ല. അപ്പോൾ അത് എടുത്ത വീഡിയോ ഓടിക്കാനോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാനോ അറിയാൻ പാടത്തുകൊണ്ടാണ് ലെങ്ത് കൂടി പോയ വീഡിയോ വേറെ വഴിയില്ലാത്തത് അങ്ങനെ അപ്ലോഡ് ചെയ്യണത്. ഞാൻ എഡിറ്റിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് മാക്സിമം ലെങ്ത് കുറയ്ക്കാൻ ശ്രമിക്കാം ഗൈസ്. എനിക്ക് എഡിറ്റിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടി കുറേ ആപ്പുകൾ തപ്പുന്നുണ്ട്. ഒരു ഫ്രീ ആപ്പ് നല്ലതില്ല. കാശ് കൊടുത്ത് ആപ്പ് വാങ്ങിക്കൊണ്ട് എഡിറ്റ് മാത്രം കയ്യിൽ കപ്പാസിറ്റി ഒന്നുമില്ല. ആപ്പ് വാങ്ങാൻ പോയിട്ട് വീട്ടിലേക്ക് 3 നേരം വല്ലതും കഴിക്കാം. അല്ല അപ്പം വാങ്ങാൻ പോലും കയ്യിൽ കാശില്ല, അപ്പപ്പൊടി വാങ്ങാൻ പോലും കാശില്ല. അപ്പോഴാണ് ആ ആപ്പ് വല്ല കാശ് കൊടുത്ത് വാങ്ങി വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ കാട്ടാക്കട എത്തി. ബസ് സ്റ്റാൻഡിൽ കയറും വണ്ടി. ബസ് സ്റ്റാൻഡിൽ നമ്മൾ ശ്രുതി പറഞ്ഞത് നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്നോളം ഇറങ്ങിട്ടോളം കട്ടക്കോട് പോകണം. ഇവിടെ നിന്ന് കട്ടക്കോട് പോകാൻ എത്ര രൂപ നമുക്ക് അറിയില്ല. നമുക്ക് നോക്കാം, എന്തായാലും പോയി നോക്കാം. അല്ല ഓട്ടോ വിളിച്ച് കൊണ്ടുപോകുമോ, നടന്നു പോകണ ദൂരം ഉണ്ടോ അതോ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതാണ് ബസ് സ്റ്റാൻഡെന്ന് തോന്നുന്നു. ബസ് കയറുന്നുണ്ട്. ആ ബസ് സ്റ്റാൻഡെത്തി. ഇതാണ് കാട്ടാക്കട ബസ് സ്റ്റാൻഡ്. നമുക്കതായാലും ബസ് ഇറങ്ങിയിട്ട് നമുക്ക് തിരിച്ച് ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് നോക്കാം എങ്ങനെയാണ് ഇവിടുന്ന് ഉള്ള അവസ്ഥ. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടത്താവളമാണ് ഈ കാണുന്നത്. നമുക്കെന്തായാലും ഇവിടെ ഇറങ്ങാം. കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ നിന്ന് അടുത്ത ബസ് കയറി. കാരണം ഇവിടെ നിന്ന് ഇനി വീണ്ടും അടുത്ത ബസ് കയറി വേണം പോകാനായിട്ട്. കട്ടക്കോട് അങ്ങനെയുള്ള സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നിന്ന് എപ്പോഴും ബസ്സില്ല. ഇപ്പം ബസ് 10 മണിക്ക് എടുക്കുന്ന പറഞ്ഞത്. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് 10:40 ബസ്സുള്ളൂ. ഞങ്ങൾ വരുന്നതിന് കുറച്ച് മുന്നേ ബസ് പോയേ ഉള്ളൂ. ഞങ്ങളൊരു 10 മിനിറ്റ് മുമ്പ് വന്നിരുന്നതിന് ആ ബസ്സിന് പോയായിരുന്നു. ഇതിന് കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഈ ബസ്സിന് പോവാം. ഇത് 10 മണിക്ക് എടുക്കുള്ളൂ. സമയം ഇപ്പോൾ ഏകദേശം 10 മണിയായി. സമയം 10 മണിയായി. സമയം ഇപ്പോൾ ഏകദേശം 9:50. 10 മിനിറ്റ് ബസ് എടുക്കും. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാൻ തരും. അത് ബസ്സിൽ കയറി സീറ്റ് അടിച്ചിരിപ്പാണ്. ഇവിടെ നിന്ന് എത്രയോടെ ദൂരമുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞൊരു 3-4 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഓട്ടോറിക്ഷ പോകാൻ 10-200 രൂപയൊക്കെ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ബസ്സിൽ തന്നെ പോകാമെന്ന് വെച്ചു. ഓട്ടോറിക്ഷ പോകാൻ കാശ് നമ്മളടുത്ത്, ബസ്സൊക്കെ സേഫ്, എപ്പോഴും പൈസ ലാഭം. നമുക്കത് ബസ്സിൽ തന്നെ പോവാം. പിന്നെ ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ കുറച്ച് സ്കൂൾ പെൺപിള്ളേരൊക്കെ ഇരുന്ന് ശ്രുതിയെ കളിയാക്കുന്നുണ്ടായിരുന്നു. പെൺപിള്ളേരുടെ ഇവിടെ മനസ്സിയുടെ മുടി എടുത്തേക്കുന്നിട്ട് ഭയങ്കര കളിയാക്കലായിരുന്നു. ഇവിടെ മറ്റേ ക്യാൻസർ സെൻ്ററിൽ മുടി കൊടുത്ത ശേഷം ജെൻസിനെപ്പോഴും മുടിയിട്ട് നടക്കായിരുന്നു. അപ്പോൾ അത് മനസ്സിലേക്ക് ഞാൻ ആക്കി കൊടുത്തത്. മറ്റേ കല്യാണത്തിന് പോകാൻ വേണ്ടി മുടിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ ആക്കി കൊടുത്തതാണ്. ഇനിയിപ്പോൾ മുടിയൊക്കെ വളർന്നു കഴിയുമ്പോൾ വീണ്ടും മുട്ടയടിക്കാനുള്ളതാണ്. എൻ്റെ സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് നേർച്ചയുടെ ഭാഗമായിട്ട് മുട്ടയടിച്ച് പോകാനുള്ളതാണ്. അതിന് എന്തായാലും മുട്ടയടിച്ച് പോകാനുള്ളതല്ലേ എന്ന് കരുതി നമ്മൾ മുടി ക്യാൻസർ സെൻ്ററിൽ കൊടുത്തതാണ്. പിന്നെ ക്യാൻസർ സെൻ്ററിൽ പോയപ്പോൾ ശ്രുതി കൊടുക്കാൻ വേണ്ടി ഇതാക്കിയതാണ്. ബ്ലഡ് കൊടുക്കാൻ ആദ്യം തീരുമാനിച്ചാൽ പോയത്. പക്ഷേ സൂചിയായി പേടിവിളേൻ്റെ പേരിൽ ബ്ലഡ് കൊടുക്കൽ ക്യാൻസൽ ചെയ്ത് മുടി കൊടുത്തിട്ട് വന്നു. എന്തായാലും അങ്ങനെ മുടി എന്തായാലും കൊടുത്തു. ഇനിയിപ്പം മുടിയല്ലേ പെട്ടെന്ന് വന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ പെൺപിള്ളേരൊക്കെ ഇന്ന് കളിയാക്കായിരുന്നു. അവിടെ സ്കൂളിൽ പോകുന്ന പെൺപിള്ളേരാണ്. സത്യം പറയുകയാണെങ്കിൽ കഴുതയ്ക്ക് മാലയിട്ട പോലെ കഴുത്തിൽ ടാഗും തൂക്കി നടക്കുമ്പോൾ പിള്ളേർ ഇവിടെ കണ്ട് കളിയാക്കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഇവരുടെയൊക്കെ ബംഗാൾ ലുക്കിൽ ഫ്രീക്കത്തിയായി നടക്കുന്ന ശ്രുതിയെ കണ്ടെല്ലാം കളിയാക്കണമെന്ന് പറയുമ്പോൾ പണ്ട് കാലം ഈ കാട്ടുമുക്കിൽ പെൺപിള്ളേരുടെയൊക്കെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിരിക്കും. കുഴപ്പമില്ല. ഇത് ഇപ്പോൾ എന്നെ വല്ല കളിയാക്കിയിട്ട് ഞാൻ തിരിച്ച് നന്നായിട്ട് പറഞ്ഞു കൊടുത്തേനെ. മുഖത്തൊക്കെ ഞാൻ കാര്യം പറഞ്ഞു കൊടുത്തേനെ. ശ്രുതി പിന്നെ പേടിത്തുകൊണ്ടെത്തി അതിൻ്റെ പേരിലും
അധികമൊന്നും പറയാത്തതിൻ്റെ ഇതിലും ശ്രുതി ധൈര്യമുണ്ടാകുക എനിക്കൊന്ന് ഓടിക്കളഞ്ഞ്. ഞാനായിരുന്നു ഉറപ്പാടുന്നതിന് അപ്പം തന്നെ ഞാൻ പറഞ്ഞേനെ. ശ്രുതി ഇപ്പം ഞാൻ ബസ്സിൽ കയറിയതിന് ശേഷമാണ് പറഞ്ഞത്. ഞാൻ പിള്ളേരെ കാണിച്ചില്ല. ഇവിടെ നിന്ന് ക്യാമറ കാണുമെന്ന് അറിയില്ല. ഈ ഒരു കൂട്ടം പെമ്പിളരായിരുന്നു ശ്രുതിയെ കളിയാക്കിയത്. അതാണ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ നമ്മൾ ബസ്സിലേക്ക് അവിടെ നോക്കിയിരുന്ന കാര്യമില്ല, കുഴപ്പമില്ല. നമുക്കന്നേരം ഇവിടെ നിന്ന് ബസ് കയറി. ബസ് എടുത്തിട്ടില്ല, വെയിറ്റിംഗ് ആണ്. സീറ്റ് ഇട്ടിട്ടുണ്ട്. ബസ് കാലിയാണ്, അധികം ആളുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇത് കിഴക്കേക്കോട്ടം പോണ ബസ്സല്ലേ? ഇത് കിഴക്കേക്കോട്ടം പോണ ബസ്സാണ്. കട്ടക്കോട് വഴി. കട്ടക്കാണ് കട്ടക്കോടാ അല്ലേ? അങ്ങനെന്താന്ന് തോന്നുന്നു, കട്ടക്കോടാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ആ വഴിക്ക് പോണ ബസ്സാണ്. നമുക്ക് വെയിറ്റ് ചെയ്യുന്നതായാലും. നീ സുന്ദരിയല്ലേ ഗൈസ്? പറയും ഗൈസ്, ശ്രുതി ലുക്കല്ലേ ഗൈസ്? നിങ്ങൾ പറയൂ ഗൈസ്. പിള്ളേർ കളിയാക്കാൻ മാത്രം അത്രയ്ക്കും പോകാനാണ് ശ്രുതി. പിള്ളേർ കളിയാക്കിയത് തിരിച്ച് എൻ്റെ കളിയാക്കൽ സ്വഭാവം കളയാത്ത മലത്തോണ്ടാണ്. ഞാനും കളിയാക്കി തുടങ്ങി നിർത്തൂലെന്ന് ശ്രുതിക്കുന്നിട്ട് അറിയാം. ഞാൻ പിന്നെ വേണ്ട പ്രശ്നങ്ങൾ ആവശ്യം പിള്ളേരല്ലേ, പിന്നെ വെറുതെ പഠിക്കുന്ന പിള്ളേരല്ലേ അവർ. നമ്മൾ ആ ഒരു പ്രായം കഴിഞ്ഞ് വന്നല്ലേ ശ്രുതി. അതാണ് പറഞ്ഞത്. ശ്രുതി അതുപോലെയൊക്കെ നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ശ്രുതിനെ കുഴപ്പമില്ല പോട്ടെന്ന് വെച്ച് വിട്ടത്. എങ്കിലും നമുക്ക് ബസ്സിൽ വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് വണ്ടി എടുത്ത് നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയൊന്നും കാണിച്ചില്ല. വീഡിയോ ലെങ്ത് കൂടി പോകുന്നത് എപ്പോഴും പരാതി എല്ലാവർക്കും ഉണ്ട്. എങ്കിലും മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കാം. നമുക്കത് നോക്കാം. ഇതാണ് ഒരു MLA വീട്ടിലേക്ക് പോകുന്ന വഴി. സാധാരണ MLA മാരുടെയും മന്ത്രിമാരുടെയും വീട്ടിലേക്കുള്ള വഴിയായിരിക്കും നല്ല ടാർട്ട് റോഡൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇവിടെ തിരിച്ചാണ്. ഒരു ചെറിയ ബൈക്ക് പോലും വരാനുള്ള വഴിയില്ലാത്ത ചെറിയ റോഡാണ്. ഒരു ചെറിയ റോഡാണ് MLA വീട്ടിലേക്ക് പോകുന്ന റോഡ്. ഇത്രയും സാധാരണമായ രീതിയിൽ താമസിക്കുന്ന ചെറിയ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൽ കൂടെ നീ കുറച്ച് പോകണമെന്ന് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. എത്ര ദൂരം പോകണമെന്ന് അറിയാം. നമുക്ക് എന്തായാലും പോയി നോക്കാം. എനിക്കത് ഇഷ്ടപ്പെട്ട്. സാധാരണ ഇവരുടെ ഈ പാർട്ടിക്കാരുടെ വീടുകളിലൊക്കെ ആയിരിക്കുമല്ലോ വഴിയൊക്കെ വീതി വിട്ട് ഇതാക്കാം. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റെ വീട്ടിലേക്ക് തന്നെ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ ഇതാണ് വീട്. നമ്മൾ പരുത്തിക്കൂടി പഞ്ചായത്ത് പ്രസിഡൻ്റെ വീട്ടിലേക്ക് പോലും പുള്ളിക്കടുത്ത് വലിയൊരു വീട് പണിതിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറിയ ഗൈസ് പുള്ളി നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു. പുള്ളി രാവിലെ നേരത്തെ പോയി ഇവിടുന്ന്. ഞങ്ങൾ വരുന്ന കുറച്ച് മുന്നേ പോയി ഇവിടുന്ന് പറഞ്ഞത്. ഇതല്ലേ പുള്ളിയുടെ ഒരു ജവാൻ്റെ ഒരു മരണമുണ്ട്. അപ്പോൾ പുള്ളി പോയതിന് വേണ്ടി. പക്ഷെ ഒരു MLAയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഗൈസ് കാണുന്നത്. ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലേക്ക് പോകുന്ന വഴി നിങ്ങൾ കണ്ടുകഴിഞ്ഞപ്പോൾ പരുത്തിക്കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലേക്ക് പോകുന്ന വഴി നിങ്ങളുടെ അന്തം വിടും. പുള്ളിക്കാരത്ത് വീണ്ടും കണ്ടാൽ അന്തം വിടും. 3 നില വീട്, ജിമ്മാണ്, ഫുൾ ഗ്ലാസ്, വലിയ ശാലിനികളെ കുറച്ച് വലിയ വീട്. ഇത് ഇപ്പോഴും പണ്ടത്തെ അവരുടെ വീട് തന്നെ ഇപ്പോഴും അതേപോലെ നിർത്തിയിരിക്കുന്നു. ഒരു ഉണ്ട് അവർ ഒരു പെയിന്റ് പോലും അടിച്ചിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് വീടാണെങ്കിൽ വീട്ടിൽ ഫ്രണ്ടിലേക്ക് ഇതുപോലത്തെ വഴി ഇതിനേക്കാളും ഇച്ചിരി വീതിക്ക് വഴി വെട്ടി അവർ കോൺക്രീറ്റ് അല്ലേ. ഇവിടെ MLA സാറിൻ്റെ വീട്ടിലേക്ക് പോകാൻ ബൈക്ക് പോകാൻ വഴി മാത്രമേ ഉള്ളൂ. ഇത്രയും ഒരു മിതമായ രീതിയിൽ താമസിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ്. അതായത് അതിലെനിക്കെന്താ സന്തോഷമുണ്ട്. വെറുതെ എല്ലായിടത്തും നാട്ടുകാരെല്ലാം പുള്ളിനെ ജയിപ്പിച്ചു വിട്ടത്. ഇങ്ങനെ ഒരു എന്താ പറയുക സ്വന്തം കാര്യം ചിന്താഭാവം എന്ന രീതിയിൽ നടക്കാതെ ജനങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യനാണെന്ന് തോന്നുന്നു. നമുക്കന്നേരം പുള്ളിയെ നേരിട്ട് കാണണം. അപ്പോൾ നാളെ വിളിച്ചിട്ട് വരാൻ പുള്ളിയുടെ മോനോട് സംസാരിച്ച് പുള്ളിയുടെ മോൻ പറഞ്ഞത് അച്ഛനൊന്നും വിളിച്ചിട്ട് ഭയങ്കര ഡീസന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്കാണെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ഒരു കുഞ്ഞു പദവി കിട്ടിയ പോലെ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതുപോലെ ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വളരെ സോഫ്റ്റ് ആയിട്ട് സ്നേഹത്തോടെ സംസാരിക്കും. പുള്ളി അപ്പോൾ ആ പയ്യൻ പറഞ്ഞത് അച്ഛനെ വിളിച്ചിട്ട് വന്നാൽ മതി. ചിലപ്പോൾ നാളെ നിങ്ങൾ വിളിച്ച് നോക്കി രാവിലെ ഇന്ന് വൈകിട്ടാകുമ്പോൾ വിളിച്ച് നോക്കിയിട്ട് നാളെ എപ്പോൾ കാണുമെന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. സിറ്റിയിലോട്ട് വല്ലതുമാണ് പ്രോഗ്രാം ആണെങ്കിൽ പുള്ളി ഒരു 7 മണിക്ക് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പം ഒരിക്കലും നമ്മൾ ആരെയും കുറ്റം പറയാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ആരെയും ഒന്നും പറയുന്നില്ല. കാരണം ഇവിടുന്ന് സിറ്റിയിലേക്ക് മിനിമം ഒരു 2-3 മണിക്കൂറിന്റെ യാത്രയുണ്ട് ഗൈസ്. സത്യമായിട്ടും ഈ പട്ടിക്കാട് പോലെ തന്നെയാണ്. നമ്മളെ വീടുള്ള സംഭവം തന്നെ നല്ല ഉള്ളേരി തന്നെയാണ്. ബസ്സില്ല വല്ലപ്പോഴും ഉള്ളു. പുള്ളിക്ക് വണ്ടി ഉണ്ടെങ്കിലും ഈ പറഞ്ഞ യാത്ര ചെയ്ത് പോകാൻ നല്ല സമയം എടുക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് പുള്ളിനെ കാണണമെങ്കിൽ നമ്മൾ രാവിലെ നേരത്തെ വൈകിട്ട് നമുക്ക് വിളിച്ചു വെച്ചിട്ട് നാളെ എപ്പോൾ വരാൻ വന്നാൽ കാണാൻ പറ്റും പറഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ വീട്ടിലേക്ക് പോകണ വഴി നോക്കാം അല്ലേ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി എന്താ കഴിക്കാൻ വേണ്ടി പോകുന്നത്? പൊറോട്ട. ഗൈസ് എനിക്ക് ദോശയാണ് ഇഷ്ടം. ഞാൻ ദോശ കഴിക്കും. ഫ്രഷ് ആയിട്ടുള്ള ദോശ, എന്താ പറയുക
പൊറോട്ട നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പം നല്ല അടിപൊളി ഫ്രഷ് പൊറോട്ട കഴിക്കാനുള്ള പ്ലാനിങ്ങാണ് ഞങ്ങൾ. ഭയങ്കര ചൂട്, പക്ഷേ കുഞ്ഞു കടയാണെങ്കിൽ ഫ്രഷ് സാധനങ്ങൾ കിട്ടുമല്ലോ, അതാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി കഴിച്ചിട്ട് ബാക്കി കാര്യം. അപ്പം കഴിച്ച് എൻ്റെ കെട്ടിയിട്ട് നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. പൊറോട്ട ബീഫ് തോരനാ ഇത് എൻ്റെ ഒന്ന് കൈയിട്ട് വാരത്തിനാണ് ഈ വൃത്തി കേട്ടത്, എനിക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ ദോശ, ഞാനൊരു കട്ടൻ വെള്ളം മേടിച്ചത്, പാൽ ചായ മീൻസ് കോഫി. അവൻ പറഞ്ഞ് കാപ്പി വെള്ളം വേണമെന്ന് പറഞ്ഞ് തിന്നിട്ട് പൊളി ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കട. ഇത് നമ്മളിവിടെ കട്ടക്കാട് എന്ന ബസ് ഇറങ്ങുമ്പം കൃപ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്, ചെറിയൊരു കടയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പർ. അപ്പം ഗൈസ് നമ്മൾ കഴിച്ച് കഴിഞ്ഞ് 8 ദോശ 3 പൊറോട്ട ബീഫ് റോസ്റ്റാണ് എന്താണെന്ന് പറയുന്നത് അത്, പിന്നെ ഒരു കാപ്പി ഒരു തേയില വെള്ളം, അത്രയും കഴിച്ച് എത്ര 200 എത്ര രൂപയായെന്നാണ് പറഞ്ഞത്. അപ്പം നോക്കാം. ഗൈസ് അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് നമുക്ക് 191 രൂപയാണ് ആയത്. ഇതാണ് കണ്ട ദോശ, പൊറോട്ട, ചിക്കൻ തോരൻ, ബീഫ് ഫ്രൈ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ വയറ് ഫുള്ളായിട്ടുണ്ട്. പുള്ളി നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. അപ്പോൾ വയറ് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു 3 കൂടിയ ജംഗ്ഷനിൽ MLAയുടെ വീട്ടിൻ്റെ അങ്ങോട്ടേക്ക് കയറുന്ന വഴി അവിടെ ആയിട്ടാണ് ഈ ഇതുള്ളത്. സൈഡിൽ തന്നെ ഒരു മീൻ കടയൊക്കെ ഉണ്ട്, മീനിൻ്റെ ഷോപ്പുണ്ട്. അപ്പം ഇതവിടെ നോക്കാം. ഇവിടെ ബസ്സില്ല, ഇതും പട്ടിക്കാടാണ്, അത് വേറൊരു കാര്യം. ഇതേം നോക്കാം നമുക്ക്. സംഭവം പൊളിയാണ്. ഇവിടെ ഇനി വെയിറ്റ് ചെയ്ത് ഇനി കാട്ടാക്കടയിൽ പോകണം, അവിടെ നിന്ന് നെടുമങ്ങാട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ മലയൻകീഴ് എത്തി. നെടുമങ്ങാട് വഴിയല്ല, മലയൻകീഴ് വഴി തിരുവനന്തപുരം ബസ്സാണ് ഞങ്ങൾ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. മലയൻകീഴാണ്. മലയൻകീഴ് നമ്മുടെ കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി യൂണിറ്റ് കമ്മിറ്റി ഓഫീസ്, അങ്ങനെ കുറേ ഇത് നമ്മുടെ ടവറൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒപ്പത്തൊക്കെ അടിഞ്ഞിടിഞ്ഞ് കടകളാണ്. ബാഗൊക്കെ കാണുമ്പം മര്യാദയ്ക്ക് പഠിച്ച കാലത്ത് അടങ്ങി പഠിച്ചിരുന്നെങ്കിൽ ഇപ്പം എന്തെങ്കിലും നല്ല നിലയിലായിപ്പോയി എന്നെ ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ പള്ളിമുക്കാണ് എത്തിക്കുന്നത്. പള്ളിമുക്ക് നമ്മുടെ എറണാകുളത്ത് മാത്രമല്ല, പള്ളിമുക്ക് നമ്മളുടെ തിരുവനന്തപുരത്തുമുണ്ട്. ഓ, കുറേ ആൾക്കാർക്ക് ഭയങ്കര ജാടയായിരുന്നു. ഞങ്ങൾക്കും ഉണ്ട് പള്ളിമുക്ക് കേട്ടാ. പള്ളിമുക്ക് ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ പള്ളിമുക്ക് നല്ല അടിപൊളി ഷോപ്പൊക്കെ ഉണ്ട്. പള്ളി പോയി സാധനം എനിക്കിഷ്ടപ്പെട്ടു. ഐ ലവ് ഇറ്റ്. അതാണ് പള്ളിയുടെ സ്കൂള്. സ്കൂളാണ് പൈസ കളക്ട്. അങ്ങനെ ഞങ്ങൾ തിരുമലയിൽ നിന്ന് നമ്മുടെ ആർമി ക്യാമ്പിൻ്റെ അതിലെ കൂടിയാണ് ഈ ബസ് പൊക്കോണ്ടിരിക്കുന്നത്. കണ്ട പേഴ്സണൽ ലൈൻ സ്റ്റേഡിയം കണ്ട പോളിസി. ഫോണിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് പുതിയ ഫോൺ എടുത്തിട്ട് താഴത്തൊക്കെ വെള്ളമാണ്. വെള്ളം വെച്ചാൽ അല്ലേ. അപ്പം ഇത് ക്യാമ്പ്, അവരുടെ തന്നെ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. നമ്മുടെ ആർമിക്കാരുടെ ഇവിടെ നിന്ന് ആർമിക്കാർ രാവിലെ പട്ടാളക്കാർ ഓടാൻ വേണ്ടിയാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓപ്പണിങ്ങിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകും. അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവരൊക്കെ പോകും. പിന്നെ നമുക്കത് മനസ്സിലായി എന്താണ് സംഭവം എന്നുള്ളത്. ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്കങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല. ഉണ്ടാവും, പക്ഷെ അതൊരു എന്താ പറയുക, കാണാൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് വിസിറ്റിങ്ങിന് അങ്ങനെ ഇട്ടിരിക്കും. ഇതൊക്കെ നേരെ തിരിച്ചാണ്. ഓട്ടോ കളയുന്നത് എൻ്റെ കെട്ടിയാണെങ്കിൽ വെറും വായി നോക്കിയാണ്. പെമ്പിള്ളേരെ വായി നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത്.
നമ്മളെ ആർമിയുടെ പാങ്ങോട് വാട്ടർ ടാങ്കൊക്കെ കണ്ടോ, പൊളി സാധനമാണ്, വേറെ ലെവലും. ഇച്ചിരി പൊക്കവും വണ്ണവും ആവശ്യത്തിന് നെഞ്ചുവിരിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും കയറായിരുന്നു. എൻ്റെ കെട്ടിയന് പട്ടാളത്തിൽ ഇത് കിട്ടാതെ പോയതിൻ്റെ കാരണം നെഞ്ചുവിരി കുറവായിരുന്നു, ഹൈറ്റ് അതാണ്. അന്ന് ജസ്റ്റ് ഇല്ലായിരുന്നു. ഇപ്പം എല്ലാം ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നില്ല. ബട്ട് ഈ സ്ഥലം ഭയങ്കര പൊളിയാണ് കേട്ടോ. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇനി പോകാൻ പറ്റത്തില്ല. കാരണം ഇനി അവനിക്ക് പോയി കഴിഞ്ഞാൽ അവന് പകുതി തലയില്ലാത്തതുകൊണ്ട് കിട്ടത്തില്ല. എനിവേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ ട്രിവാൻഡ്രം പാങ്ങോട്. വെരി നൈസ്. ഫ്ലാഗ് ഓഫ് ഹൗസ് അടിപൊളി. വീണ്ടും മഴ കൂടി. ഞാൻ എന്തായാലും ഷട്ടറൊക്കെ താത്തിട്ടിരിക്കട്ടെ. ഫൈനലി തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിലെത്തി, തമ്മാനൂരെത്തി. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ പ്രശ്നം വന്ന വണ്ടി പട്ടം വഴിയല്ലായിരുന്നു വന്നത്. അതുകൊണ്ട് നമുക്ക് പട്ടത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീണ്ടും അടുത്ത വണ്ടി കയറി പട്ടത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. പട്ടത്ത് പോയിട്ട് പട്ടത്താണ് ഈ PF ഓഫീസ്. അവിടെ പോയിട്ട് വേണം PF റെഡി ആക്കാനായിട്ട്. അവരെന്താ അപ്രൂവ് ചെയ്യാത്ത അന്വേഷിക്കണം. അത് പറ്റുമെങ്കിൽ എങ്ങനെയൊക്കെ ഇന്നലെ PF ശരിയാക്കണം, വഴി ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്, കൊല്ലം ബസ്സിൽ കയറിയിട്ടുണ്ട്. ഈ ബസ്സിൽ കയറിയ പട്ടത്തിറങ്ങാനാണ് അവിടെ അന്വേഷണം പറഞ്ഞത്. അപ്പോൾ വെയിറ്റിംഗ് ആണ്. ബസ് എടുത്ത് ഞാൻ കൊല്ലത്ത് വഴി പോകണ വഴിക്ക് പട്ടത്തിറങ്ങാം. നമുക്ക് നോക്കാം എപ്പോൾ ബസ് എടുക്കണം അറിയില്ല. എന്നാലും വെയിറ്റിംഗ് ആണ്. നല്ല കേസ് നമ്മൾ PF ഓഫീസിൽ നിന്ന് ഇറങ്ങി. നമ്മൾ തിരുവനന്തപുരം PF ഓഫീസിൽ നേരിട്ട് പോയായിരുന്നു. നമ്മൾ PF ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ തിരിച്ച് തമ്മാനൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. PF ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ കമ്പനിയിൽ ഇവർ വർക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്തതിന് ഡേറ്റ് ആറാക്കിയില്ല. അത് ആറാക്കിയ PF പൈസ ഫുള്ളും മരിച്ചാൽ കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യാൻ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞ സാറ്. അതായത് നമ്മളെ ഇതെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണെന്നുള്ളത്. അഡ്വാൻസ് ഓൾറെഡി കഴിഞ്ഞ മാസം ലാസ്റ്റിൽ എടുത്തത്, അതുകൊണ്ട് വീണ്ടും അഡ്വാൻസ് എടുക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നും കൂടി കമ്പനി വിളിച്ച് സംസാരിച്ച് അത് എക്സിറ്റ് ഡേറ്റ് അടിക്കാൻ പോകണം. അതിനുശേഷം ക്ലോസ് ചെയ്ത് എടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്താൽ അത് വേണമെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാതെ അക്സെപ്റ്റ് ചെയ്ത് പാസ്സാക്കി തരാമെന്ന് അവിടുത്തെ സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് അക്ഷയ പോകാൻ വേണ്ടി നെടുമങ്ങാട് പോവാണ്. ഇനി എന്തെങ്കിലും പോകും. നെടുമങ്ങാട് പോവാണ്. നെടുമങ്ങാട് പോയിട്ട് വേണം അക്ഷയ പോയിട്ട് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാൻ കൊടുക്കാനായിട്ട്. അതിന് മുമ്പായിട്ട് ഇവർ വർക്ക് ചെയ്ത കമ്പനി വിളിച്ചിട്ട് ഇവരുടെ എക്സിറ്റ് ഡേറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പറയണം PF ഇതിൽ. അതാകുമ്പോൾ ക്ലോസ് ചെയ്തിട്ട് എളുപ്പമായിരിക്കും. നമുക്കെന്തായാലും അവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്തുതി. വിളിച്ചിട്ടില്ലെങ്കിൽ ശ്രമിക്കണം. പക്ഷേ വിളിച്ചിട്ട് നാട്ടിൽ ഫോൺ കണക്റ്റാവുന്ന അവർ റേഞ്ചില്ലാത്ത ഏതോ കാട്ടുമുക്കിലാണ്. കൊച്ചിയിൽ റേഞ്ചില്ലാത്ത കാട്ടുമുക്കോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നോക്കാം എന്തായാലും. ഇപ്പം നമ്മൾ ഏകദേശം അവിടെ എത്തി. ഇപ്പം നമ്മൾ വെള്ളയാമ്പലെത്തി. തമ്മാനൂർ പോകണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നെടുമങ്ങാട് ബസ് കിട്ടും. തേങ്ങാശ്ശേരി ടിക്കറ്റ് ഓൾറെഡി തമ്മാനൂർക്ക് എടുത്തു. അപ്പോൾ നമുക്ക് തമ്മാനൂരിനെ പോവാം. നമുക്ക് തമ്മാനൂർ പോയിട്ട് സീറ്റ് ഉണ്ടാവും, ഇരുന്ന് വന്നോണ്ട്. ഇവിടെ ആകുമ്പോൾ സീറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ശ്രുതി. അതുകൊണ്ട് നമുക്ക് തമ്മാനൂരിനെ പോകാൻ വേണ്ടിയിട്ടാണ്. അതായത് തമ്മാനൂർ പോയിട്ട് കാണാം. ശ്രുതി ഒരു സൈക്കോ ആണ്, സംശയമുണ്ട്. പനവിള എന്ന സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ട് ഇവിടുന്ന് പനയൊന്നും വിളഞ്ഞ് നിൽക്കുന്നത് കാണുന്നില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാനിവിടെ എന്താ ചോദിക്കുന്നത് എന്നാ പറഞ്ഞത്. എന്താണ് പനവിള പേര് കാണിക്കാത്ത സംശയം പറഞ്ഞോളൂ. ഓ ഇനിയിപ്പോൾ മാറ്റി പറയല്ല. ഞാൻ വീട് ഓഫീസ് സ്റ്റേഷനോട് ചോദിച്ചു കഴിച്ചു. എന്തായാലും പനവിള എന്നതിന് പന വിളഞ്ഞു നിൽക്കുന്നത് കാണുന്നില്ലെന്ന സുഖം പരാതി. പനവിളയിലുള്ള ആളുകളെ വീഡിയോ കാണാം. അപ്പോൾ അങ്ങനെ ഇവിടെ പനവിളയിലുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ പനയൊക്കെ ഒന്ന് വിളഞ്ഞു നിൽക്കുന്നതൊന്ന് കാണിച്ചു കൊടുക്കുക. ശ്രുതിക്ക് വേണ്ടി ശ്രുതിക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കുക. തേങ്ങാ ശ്രുതി തേങ്ങ മാറ്റി പനശ്രുതിയാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. 86 രൂപ 86 56 അല്ല 60 300 രൂപ. ഗൈസ് നമ്മളിപ്പോൾ നെടുമങ്ങാട് ബസ്സിൽ കയറിയപ്പോഴാണ്. ഫ്രണ്ട് സീറ്റിലിരിപ്പുണ്ട്. പക്ഷേ വണ്ടി എടുത്തിട്ടില്ല. വണ്ടി എടുക്കാൻ സമയമുണ്ട്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. വണ്ടി എടുത്തിട്ട് ഞാൻ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും. പൈസ ഉണ്ടോ? ബസ്സിന് 56 രൂപ. പോയിട്ടുണ്ടാവില്ല. നമ്മളൊരു ലോട്ടറി എടുക്കാൻ വേണ്ടി നോക്കിയൊരു ചേട്ടൻ നമ്മൾ ലോട്ടറി എടുത്തു എടുക്കാൻ വിളിച്ചായിരുന്നു. പുള്ളിക്ക് 2 കാലും വയ്യാതെ ഇരിക്കുകയാണ്. 2 കാലും ഇല്ല ഇരിക്കും. ചേട്ടനടുത്ത് എടുക്കാൻ വെച്ചു. പക്ഷേ കയ്യിൽ കാശില്ല. പുള്ളിക്ക് ഗൂഗിൾ പേ എടുക്കാൻ പറ്റില്ല. ഗൂഗിൾ പേ ഇല്ല. നമ്മുടെ കയ്യിൽ കാശും ഇല്ല. പുള്ളി ഗൂഗിൾ പേയിലും വലിയ കാശൊന്നുമില്ല.
ലോൺ അടക്കാൻ വെച്ച പൈസ ഇപ്പം ഉണ്ട്. ഒരു 800 രൂപ. മറ്റേ എംപോക്കിന് ലോൺ 846 രൂപയാണ്. അപ്പോൾ ആ പൈസ എടുത്ത് അടയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളിക്ക് ഗൂഗിൾ പേ ഇല്ല. അപ്പോൾ നമ്മളിവിടെ ബസ്സിൽ കയറി ഇരിപ്പാണ്. പുള്ളി തോന്നുന്നു അടുത്ത പ്രാവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കയ്യിൽ കാശിൻ്റെ എടുക്കാം. അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടെ ബസ്സിൽ ഇരിപ്പാണ്. ബസ് ഡ്രൈവർ കയറി കഴിഞ്ഞു. വണ്ടി ഇപ്പോൾ എടുക്കും, താമസം എടുക്കും. ഫ്രണ്ട് സീറ്റ് കിട്ടി. ഞാൻ ഫ്രണ്ട് നോക്കി വണ്ടി എടുക്കുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് വയ്ക്കാമോ, ഇപ്രാവശ്യമൊക്കെ എങ്ങനെ ആയിപ്പോകുന്ന സംശയം. അതുകൊണ്ട് ഞാൻ അധികം വ്യൂ എടുക്കില്ല. വീഡിയോക്ക് ലെങ്ത് കൂടി പോകുന്നെങ്കിൽ വണ്ടി ഓടുമ്പോൾ അടുത്ത് തന്നെ വീഡിയോക്ക് ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ മാക്സിമം ഇപ്പോൾ തന്നെ ഓഫ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് കഴിഞ്ഞ് നോക്കി നെടുമങ്ങാട് പോയിട്ട് കാണാൻ കഴിച്ചു. നെടുമങ്ങാട് ഇപ്പം നേരത്തെ പോയാൽ നമുക്ക് അവിടെ ചെന്ന് പരുത്തിക്കുഴി ബസ് എപ്പോഴാണ് അറിയില്ല. പരുത്തിക്കുഴി ബസ് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് നമുക്കത് നോക്കാം. പരുത്തിക്കുഴി ബസ്സോടൊപ്പം നേരത്തെ കിട്ടുമല്ലോ എന്ന് അവിടെ പോയിട്ട് നോക്കാം. നേരത്തെ വീട്ടിൽ കയറിയപ്പോൾ അടക്കി കുടിക്കാനേ പറ്റും. അലക്കാത്ത കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ കയറി പോകണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇപ്പോൾ തന്നെ തിരിച്ച് പോകണം. സമയം ഏകദേശം 1:50. അത് നേരത്തെ എത്തിയാൽ നേരത്തെ വണ്ടി കയറി പോകാമല്ലോ. നേരത്തെ എത്തുമോ നോക്കാം. സൂപ്പർ ഫാസ്റ്റാണ്, റെഡ് വണ്ടിയാണ്. അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കുമല്ലോ. അത് ഉദ്ദേശമാണ് നേരത്തെ ഈ വണ്ടിക്കാണ് കയറിയത്. നോക്കാതെ പോവാം. ബാക്കി നെടുമങ്ങാട് എത്തിയിട്ട് ഞാൻ പറയാം എത്ര മിനിറ്റ് എത്തിയെന്ന്. ഇപ്പോൾ സമയം 1:50. നെടുമങ്ങാട് എത്ര സമയമെന്ന് ഞാൻ പറയാം. സോ ഫൈനലി ഗൈസ് നമ്മൾ നെടുമങ്ങാടെത്തി സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താഴെ നെടുമങ്ങാട് ഹോസ്പിറ്റലിനടുത്ത് ബസ് സ്റ്റോപ്പ് എത്തി. അതിന് മുകളിൽ മാർക്കറ്റിനടുത്ത് ബസ് സ്റ്റോപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡിൽ ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡിൽ ഇറങ്ങേണ്ടത്. കാരണം അവിടെയാണ് അക്ഷയ ഉള്ളത്. അപ്പം അതിന് മുന്നോട്ട് ഇവരുടെ ഓഫീസിൽ ആ പുള്ളിക്കാരൻ എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല, കട്ടായി കൊണ്ടായി കളയാണ്. പുള്ളിയെ വിളിച്ച് ആ PF എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഡേറ്റ് ഇത് വർക്ക് ചെയ്ത ഡേറ്റ് എക്സിറ്റ് ചെയ്ത ഡേറ്റ് ആക്കി വേണം. ഇത് ജോലി നിർത്തി നമ്മൾ ഡേറ്റിലേക്ക് എത്ര കൊണ്ട് ആഡ് ചെയ്യണം. അതിന് ശേഷം വേണം അക്ഷയപ്പെട്ട് PF പഠിക്കാൻ കൊടുക്കാനായിട്ട്. നമ്മളിപ്പോൾ നെടുമങ്ങാടെത്തി. സമയം ഏകദേശം 2:33. 1:50 വണ്ടി ഫാസ്റ്റ് 100 സൂപ്പർ ഫാസ്റ്റായിട്ട്. അതിൻ്റെ ഭയങ്കര സൂപ്പർ ഫാസ്റ്റായിട്ടാണ്. സാധാരണ സൂപ്പർ ഫാസ്റ്റായിട്ട് ഏകദേശം 45 മിനിറ്റ് എടുത്ത് തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് നെടുമങ്ങാടെത്താനായിട്ട്. അപ്പോൾ അത്ര സമയം എടുക്കും കഴിച്ച് വരാനായിട്ട്. പിന്നെ ഈ PF പഠിക്കാൻ കൊടുത്താലും ഇത് അപ്രൂവായി വരാത്ത ദിവസം അറിയില്ല. ഇനിയിപ്പോൾ ആദ്യം പുള്ളിക്കാരനെ വിളിച്ച് ഇവരുടെ വർക്ക് എക്സ്പീരിയൻസിൽ വർക്ക് ചെയ്ത് വർക്ക് സ്റ്റോപ്പ് ചെയ്തെന്നുള്ള സംഭവം ചെയ്യാൻ പോകണം. വർക്ക് എക്സിഡൻറ്റ് ശേഷം 7-8 മാസമായി. കാരണം ആ സമയത്ത് ഇവിടെ ഹോസ്റ്റലിൽ തന്നെ GDA കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 7 മാസം ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് അതിൻ്റെ എക്സാം കഴിഞ്ഞ് അതോടെ പാസ്സാവും ചെയ്ത് ഇനി വേറെ ജോലി നോക്കണം. എന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ ഒന്നെങ്കിൽ കോൺട്രാക്ട് ബേസിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ അവരുടെ സ്റ്റാഫായിട്ട് കയറാനുള്ള വഴി നോക്കണം. ഇനിയിപ്പോൾ അതിനുള്ള പരിപാടി ചെയ്യണം. അത് നടക്കുമെന്ന് അറിയില്ല. ഹോസ്റ്റലിൽ സ്റ്റാഫായിട്ട് എടുക്കുന്നൊക്കെ അത് ആദ്യം പറഞ്ഞു തന്നത്. പക്ഷേ ഇപ്പം അങ്ങനെ ആവുന്നില്ല. ഇപ്പം അങ്ങനെ എടുക്കുന്നുള്ള സംശയമാണ്. എടുക്കുന്നവരാണെങ്കിൽ പണ്ട് എടുക്കേണ്ട സമയം കഴിഞ്ഞ് ഇത്ര നാൾ എടുത്തിട്ടില്ല. എക്സാം റിസൾട്ട് കൊണ്ടുവന്നതിന് ശേഷം 1 മാസം കഴിഞ്ഞ് അപ്പോൾ നമുക്ക് നെടുമങ്ങാട് സ്റ്റാൻഡ് ഇറങ്ങാം. എന്നിട്ട് ഇവരുടെ PFൻ്റെ ഉപയോഗം വേണ്ടി കമ്പനിയുടെ സാറിനെ വിളിച്ച് സംസാരിച്ചിട്ട് അവരുടെ നോക്കാം. സ്റ്റാൻഡെത്തി സ്റ്റാൻഡിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശേരി വീട്ടിലുള്ള ബസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ശരിക്കും ഒരു വില്ലേജ് യാത്ര ഉദ്ദേശിച്ചത്. ബസ് നമ്മൾ PFൻ്റെ ഓഫീസിനുണ്ട്. PFൻ്റെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം ടൗണിലേക്കൊക്കെ പോയി. അങ്ങനെയാണ് വില്ലേജ് ടൂറ്. വില്ലേജും സിറ്റിയും കൂടി ചേർന്ന് ടൂറായി പോയി. എങ്ങനെ ഞാൻ സിറ്റിയിലധികം വീടൊന്നും എടുത്തിട്ടില്ല. വീടൊന്നും കൂടി പോയിരിക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. നോക്കാൻ ഇപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. അത് PFൻ്റെ ഓഫീസ് PF അതിന് വിളിക്കാണ്ട് അക്ഷയ പോയിട്ട് ഇറങ്ങിയിട്ട് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ബസ് നമുക്ക് ഇറക്കിയാൽ മതി. നമ്മൾ പരുത്തിക്കുഴി ബസ് കയറിയിട്ടുണ്ട്. ഭയങ്കര മഴയാണ് പുറത്തൊക്കെ. ഞാൻ നിങ്ങൾ കാണിച്ചു കേട്ടോ. മഴ പെയ്തിട്ട് ഒരു രക്ഷയില്ല. ഞങ്ങൾ ഇതേണ്ട ഷട്ടറൊക്കെ ഇരിക്കുന്നത് എല്ലാം കേട്ടോ. പേരും മഴയാണ്. ഷട്ടറൊക്കെ ഇട്ട് എല്ലാവരും ബസ്സിൽ കേട്ടോ. എല്ലാവരും സൈലൻറ്റ് എന്നും പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ നനഞ്ഞ് പെണ്ടിയായി. കോഴികളെ പോലെ ഇങ്ങനെ നനഞ്ഞ് പെണ്ടിയായി. അപ്പോൾ എന്തായാലും ഇനിയിപ്പം വീട്ടിൽ പോകുമ്പോൾ എങ്ങനെ നനയില്ല. എന്തായാലും നനഞ്ഞ് പിണ്ടിയാവും. എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ നനയാതിരുന്നാൽ മതി. എൻ്റെ ദൈവമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്.
ഞാൻ ശ്രുതിയെ അങ്ങോട്ട് ഓടിച്ചു ഗൈസ്. എനിക്ക് മഴ നനയാൻ ഇഷ്ടം, എനിക്ക് മഴ ഇഷ്ടമാണ്. അവൾ ഷട്ടർ അടിച്ച് എപ്പോഴും അടച്ചു വെക്കണതുകൊണ്ട് ഞാൻ അവൾ അപ്പുറത്തേക്ക് ഓടിച്ചു. എനിക്ക് ഷട്ടർ തുറന്നിരിക്കാൻ ഇഷ്ടമാണ്. ഷട്ടർ തുറന്ന് മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഷട്ടർ ഫുള്ളായിട്ട് തുറന്നു വെച്ച് എനിക്ക് നനഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് മഴ ആസ്വദിക്കണം. അതുകൊണ്ട് ഞാൻ ഷട്ടർ തുറന്നു വെച്ച് ശ്രുതിനെ അപ്പുറത്തേക്ക് ഓടിച്ചു. അവൾ അപ്പുറത്തേക്ക് ഷട്ടർ അടച്ചിരിക്കുകയാണ്. ഇരിക്കട്ടെ, നമുക്ക് മഴ ആസ്വദിക്കാൻ ഇഷ്ടം, നനയാനും ഇഷ്ടമാണ്, ആസ്വദിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാനും മഴയും തമ്മിൽ ചേരുക. മഴ എന്നൊക്കെ പിന്നെ അന്നൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം പോയി അല്ലെങ്കിൽ വയ്യാതെ അല്ലെങ്കിൽ വീഴും അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശോ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കും മഴ. അതാണ് എൻ്റെ അവസ്ഥ. പക്ഷെ എനിക്ക് ഭയങ്കര മഴ ഇഷ്ടമാണ്. എന്തൊക്കെയായാലും നമുക്ക് മഴ ആസ്വദിച്ച് വീട്ടിൽ പോവാം. ബാക്കി ഞാൻ ബസ്സിൽ എത്തിയിട്ട് പോകാൻ കേസ് എന്നാണ് കാര്യങ്ങളൊക്കെ. മഴ നനഞ്ഞുകൊണ്ട് നമ്മൾ അയ്യപ്പൻ കൊഴുത്തി കേസ്. എനിക്കിവിടെ നല്ല മഴ നനഞ്ഞിട്ടാകാൻ പറ്റും. സീറ്റൊക്കെ നനഞ്ഞു, താഴത്തും സീറ്റൊക്കെ നനഞ്ഞ് ഞാനും കുറേ എൻ്റെ വലുതുമൊക്കെ ഫുള്ളോട് പാൻറ്റ് നിൽക്കലൊക്കെ നനഞ്ഞ് ബനിയനും നനഞ്ഞെങ്കിലും കുഴപ്പമില്ല. എനിക്ക് മഴ കാണുന്ന ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഷട്ടർ തുറന്ന് തന്നെ ഇരിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് ബാക്ക് സീറ്റ് അതിൻ്റെ പേരിൽ എനിക്ക് ബാക്കിൽ വേറെ ആരെങ്കിലും ഇരുന്നിട്ട് അവർക്ക് വെള്ളം കൊണ്ട് മഴവെള്ളം തട്ടി ബുദ്ധിമുട്ട് എന്ന രീതിയിൽ കംപ്ലൈൻ്റ് ഒന്നും വരാൻ പോണില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് തുറന്നിട്ടിരിക്കണത്. ഇത് അയ്യപ്പൻ കുഴി വണ്ടി എടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലങ്ങളൊക്കെ മഴ കൊണ്ട് നനയുമ്പോൾ ഒരു പ്രത്യേക രസമായി കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ സ്ഥലങ്ങളും ഇതൊക്കെ കാണാൻ ഇവിടെ നിൽക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്താ നമുക്ക് ഇവിടെ നമ്മുടെ കാലടൊക്കെ നടക്കൂല. പിന്നെ ഇപ്പം ലോണിൻ്റെ ആവശ്യമുണ്ടെന്നേക്കാണ് ഒരു മെഡിക്കൽ സർജറിയൊക്കെ ചെയ്യാനുള്ളതല്ലേ. അപ്പം അതിന് വേണ്ടിയൊക്കെ വന്നിരിക്കുകയാണ്. നടപടിയാവുമെന്ന് അറിയില്ല. നമുക്കെന്തായാലും നോക്കാം. ഇപ്പം നമ്മൾ ഏകദേശം പരുത്തിക്കുഴി എത്താനൊക്കെ ആയി തോന്നുന്നു. ഈ 1 ഏക്കർ വസ്തു വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുകയാണ് ഗൈസ്. റബ്ബർ ഏക്കർ നമ്പറൊക്കെ എനിക്ക് വീഡിയോ കാണാൻ തോന്നുന്നു. ഈ സ്ഥലം വിൽക്കാണ്ടിരിക്കുന്ന ഈ റബ്ബർ തോട്ടം 1 ഏക്കറുണ്ട്. റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ വിലയൊക്കെ ഉണ്ടാവും. കാരണം നമ്മളെ പോലത്തെ വില കുറവായിരിക്കില്ല. കാരണം നമ്മുടെ സ്ഥലം റോഡിനും വേറെ കുന്ന് കയറി മുകളിൽ പോയി മുകളിലാണ് സ്ഥലം വയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്കവിടെ വില ഉണ്ടാവില്ല. ഇവിടെയൊക്കെ വില ഉണ്ടാവും. ഇതൊക്കെ മെയിൻ ബസ് പോകുന്ന മെയിൻ റൂട്ട് തന്നെ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ പണ്ടൊക്കെ ബസ് പോകുന്ന ശ്രുതി പറഞ്ഞത്. ഇപ്പോൾ ബസ്സൊന്നും പോകുന്നില്ല. അവിടെ ആരോ സ്ഥലം കൊടുക്കാത്തതിന് വേണ്ടി ബസ് പോകുന്ന റൂട്ട് ആക്കാത്തത്. അല്ലെങ്കിൽ ആ സ്ഥലം കൊടുത്തിരുന്നെങ്കിൽ അത് ബസ് റൂട്ട് ആയേനെ, സ്ട്രീറ്റ് ലൈറ്റ് മര്യാദ കിട്ടിയാൽ ആൾ താമസം ഉണ്ടായേനെ. പക്ഷേ ഇപ്പോൾ ആ താമസമൊന്നുമില്ല. സ്ട്രീറ്റ് ലൈറ്റ് എടുക്കില്ല. രാത്രിയൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സമയം ഏകദേശം 3:45. നമ്മൾ 4:30 ഇവിടെ എത്തണം. നിങ്ങളെ കുളിക്കാനായിട്ട് നല്ല നനഞ്ഞിട്ടുണ്ടെന്നാലും. അതുകൊണ്ട് ഓൾറെഡി നനഞ്ഞ സ്ഥിതിക്ക് കുളിക്കാൻ നല്ലതെന്ന് തോന്നുന്നു. പോകുമ്പോൾ തന്നെ കുളിക്കാൻ പോയി ചെയ്യണം. പോയിട്ട് വേണം ബജ്ജി കഴിക്കാൻ. നമ്മൾ ബജ്ജി വാങ്ങിച്ചാൽ രാത്രി ഫുഡൊന്നുമില്ല. നമ്മൾ രാത്രിക്ക് ബജ്ജി വാങ്ങിച്ചിട്ടുണ്ട്. ബജ്ജി ചൂട് ബജ്ജി കണ്ടപ്പോൾ കൂട്ടി വന്നിട്ട് വാങ്ങിച്ചാൽ ഒരു ബജ്ജി 10 രൂപയാണ്. എങ്കിലും നമുക്ക് 2 കൂടി ബജ്ജി വാങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് കഴിച്ച് രാത്രി വിശപ്പടക്കുന്നതായിരിക്കും. ചോറൊന്നും വെക്കാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. നോക്കാം, ചെറുത് ചോറ് വെക്കും. ഇവിടെ ഇരുന്നിട്ട് മഴവെള്ളം എന്ന് വെച്ചിട്ട് ക്യാമറ ഫുള്ളും ബ്ലറായി പോകണം. അപ്പോൾ ഞാൻ തുറച്ചാണ്, ക്യാമറ ഉടച്ചാണ്. അപ്പോൾ നമ്മളിനിപ്പം പരുത്തിക്കുഴ പോകണം, വീട്ടിൽ പോകണം. അപ്പോൾ നമ്മളിനിപ്പോൾ നല്ല പരുത്തിക്കുഴി എത്താനായി. ഇപ്പോൾ എത്തും പരുത്തിക്കുഴി. ഇത് പിന്നെ അവിടെ നിന്ന് ISR വഴിയാണ് പോണത്. അപ്പോൾ ഇവിടെ നിന്ന് പരുത്തിക്കുഴിയിൽ നിന്ന് റൈറ്റിലൊക്കെ ബസ് ഇവിടെ വരെ ഉള്ളൂ. ഈ വണ്ടിയാണ് 4:10 ഇവിടെ നിന്ന് തിരിച്ച് തിരുവനന്തപുരം പോണ ബസ്. 4:10 ഈ വണ്ടിയാണ് തിരിച്ച് നെടുമങ്ങാട് പോണത്. അപ്പോൾ ഇത് പരുത്തിക്കുഴിയിലേ ഉള്ളൂ. ഞാൻ വിളിച്ച് ഇവിടുന്ന് ISR വഴി പോകുന്ന സർക്കിളാന്ന് വെച്ച് അല്ല, പരുത്തിക്കുഴിയിലുള്ള ബസ്സാണ്. നമുക്ക് അപ്പം ബസ് സ്റ്റോപ്പ് എത്തി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങാണ്. നോക്കാം. ബസ് ഇവിടെ നിന്ന് തിരിച്ചെത്തുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ചിപ്പി ചേച്ചിയുടെ വീട്ടിൽ പോകാം. നിഷു അവരുടെ ചിപ്പി ചേച്ചി ഒരു ബുക്ക് ചോദിച്ചു. ആ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് പിള്ളേർക്ക്. അപ്പോൾ ആ ബുക്ക് കൊണ്ടേ കൊടുക്കണം. അപ്പോൾ അവിടെ നിന്ന് അതിനുശേഷം ചിലപ്പോൾ ഓട്ടോറിക്ഷ പോകാൻ സുഖമാണ്. പക്ഷേ ഓട്ടോറിക്ഷ പോകാൻ പൈസ ഒന്നുമില്ല. അപ്പോൾ അവിടെ നല്ല കയറി കോട്ടൻ്റെ ഒരു കോടയിൽപ്പെട്ട് ആ കോടയും വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ ഞാൻ പറഞ്ഞത്. നോക്കാം, ബാക്കി അവിടെ പോയിട്ട് തീരുമാനിക്കാം. അതായത് നമ്മുടെ ബ്ലോഗൊക്കെ വൈൻഡപ്പ് സമയം വീട്ടിലത്തെ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യും. എന്നാലും നോട്ടെ ഗൈസ്. ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ? റോഡിലൊക്കെ വെള്ളം ഒലിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇവിടെ ഭയങ്കര ഒരു എനിക്ക് വൃത്തിക്ക് വീടെടുക്കാൻ പാടത്തോണ്ടാന്ന് തോന്നുന്നു. അതവിടെ കാണാൻ പറ്റാത്തത്. സോറി ഗൈസ്. നമുക്കെന്തായാലും ഇവിടെ ഇറങ്ങാം. നമ്മൾ ബസ് സ്റ്റോപ്പിൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചിപ്പി ചേച്ചിയുടെ വീട്ടിൽ പോവാം.
നല്ല വലിയൊരു അട്ടമുണ്ട്. ഞാൻ ചവിട്ടിന സ്തുതിയുണ്ട്, ഞാൻ ചവിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ചവിട്ടിന സ്തുതിയാണ്. ഇതിപ്പോൾ ബസ്സിൻ്റെ അടിയിൽ പോകുന്നത് തോന്നുന്നത്. ബസ്സിന് 4 ദിവസത്തോട് കൂടും. അപ്പോൾ മിക്കവാറും അത് നമുക്ക് റോഡ് ക്രോസ് അപ്പുറത്ത് പോകും. നമുക്കങ്ങനെ ചിപ്പിച്ചിട്ട് വീട്ടിൽ പോവാം അല്ലേ? ബുക്ക് കൊണ്ട് കൊടുക്കണ്ടേ? ആ ഓട്ടോറിക്ഷ ചേട്ടൻ തിരിച്ചിട്ട് ആ ചേട്ടൻ വണ്ടി പോകാമെന്ന് വയ്ക്കുന്നു. ഇപ്പം എന്തായാലും ശിവചേച്ചി ബുക്ക് കൊണ്ട് കൊടുക്കട്ടെ. അവിടെ അടുത്താണ് ശിവചേച്ചിയുടെ വീട്. നമുക്കെന്തായാലും നനഞ്ഞാനെ പോവാം. അതെന്ത് ചെയ്യാനാണ്? പക്ഷേ പത്രം എടുത്ത് നമുക്ക് കൊണ്ടുവയ്ക്കാണ്ട് പക്ഷേ ദേഹത്തല്ലോ ശ്രുതി പത്രം വെച്ച് ഓടുന്നുണ്ട് ഗൈസ്. ഞാൻ പക്ഷേ അതിൻ്റെ പുറകെ പത്രം വെച്ച് പോകുന്നതായിരിക്കും. ഞാനും പോകുന്ന വഴിയട്ടെ, മഴ കുറയൂല. അപ്പോൾ ഓടുന്നേ നമ്മൾ മഴ നനഞ്ഞ് വീട്ടിൽ പോവാണ്. മഴയ്ക്ക് ഒരു കുറവില്ല. തേങ്ങാശ്രുതി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇനി ആറ്റിലിതേ വെള്ളമായിട്ടുണ്ട്. മഴ പെയ്ത് ആറ്റിൽ വെള്ളമായിട്ടുണ്ട്. തെന്നു ശ്രദ്ധിച്ച് ഞാൻ പോകട്ടെ. ഞാൻ ക്യാമറ ഓഫ് ചെയ്യണേ. ബാക്കി നമുക്ക് തെന്നാത്ത സ്ഥലത്തും ഞാൻ ക്യാമറ എടുക്കാം. ആറ്റിൽ വെള്ളമായിട്ടുണ്ട്. നമുക്ക് അതിന് വീട്ടിൽ പോവാം. കറണ്ടും ഇല്ല, പറഞ്ഞില്ല. ഫോൺ വീട്ടിൽ പോയി ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് മൂഞ്ചസി അവസ്ഥയാണ്. പോയി നോക്കട്ടെ. ശരി എന്നാൽ ഗൈസ്. താഴെയുള്ള കുത്തിനെ ഇറക്കം കയറി ഗൈസ് നമ്മൾ എത്തിയത്. ഇപ്പോൾ നമ്മൾ വെള്ളമെടുക്കുന്ന വീടെത്തി, ടീച്ചറിൻ്റെ വീടെത്തി. മഴ പറഞ്ഞിട്ടില്ല. ഞാൻ തലയിൽ തുണിട്ട് നടക്കണം. ശ്രുതി വെള്ളം കൊണ്ടുവരും എടുത്തോ. ഇനി വീണ്ടും ഒരു കയറ്റം കയറുണ്ട് ഗൈസ്. ഇത്രയും കയറ്റം കയറി പോകണം, മുകളിൽ കയറി പോകണം. ഇനി പോവാം, ബക്കറ്റ് എടുത്ത് വിടാം, വെള്ളം എടുക്കാം, വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോവാം, പോയി കുടിക്കണം അല്ലേ മുൻശ്രുതി? ഇനി മെയിൻ പരിപാടി നമുക്ക് കുടിക്കണം. ഇന്നെന്തായാലും കുടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് നനഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് വരാം. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോയിട്ട് കുടിക്കാനുള്ള വഴിയിലൊക്കെ ചെയ്യണം. സംഭവം സെറ്റ് ചെയ്യണം. പെട്ടെന്ന് തളർന്നു ഗൈസ്. ഇത്രയും മഴയൊക്കെ നനഞ്ഞിട്ടും തണുത്തിട്ടും നമ്മൾ വേർക്കുകയാണ്, കിതയ്ക്കുകയാണ്. അത് കയറ്റം വഴി ഉള്ളതിൻ്റെ പേരിലാണ് ഗൈസ്, കുന്നു വഴിയായതിൻ്റെ പേരിലാണ് തളർന്നത്. നാക്കൊക്കെ കുഴയുന്നുണ്ട്. നമ്മളിതേ ഇവിടെ തന്നെ നമ്മൾ ഇവിടെത്തും. സാമ്പാറാ എന്താണ്? നമ്മുടെ സാമ്രാജ്യം ഇതിനെ ശ്രുതി വേണത്. നമ്മളതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നേരെ കാണുന്ന തെങ്ങ് ശ്രുതിയുടെ അപ്പൂപ്പനാണ് ഗൈസ്. ശ്രുതിയുടെ അമ്മയുടെ അച്ഛനാണ് ഈ തെങ്ങ്. പുള്ളിനെ അടക്കം ചെയ്തിട്ടാണ് അതിന് മുകളിൽ തെങ്ങ് വെച്ച് വളർത്തി ഇത് ആയത്. പക്ഷേ ഈ സ്ഥലം നമ്മുടെ ഇല്ല. ഇത് ഓൾറെഡി ഒരു പാസ്റ്റർ വാങ്ങിച്ച്, പാസ്റ്റർ വിറ്റപ്പോൾ പാസ്റ്ററിൻ്റെ നിന്ന് ഒരു CSI പള്ളിയിൽ അച്ഛനാണ് വാങ്ങിച്ചത്. അവരാണ് ഫാൻസോടെ താഴത്തെ ശവം കൊണ്ട് ഇറക്കിയിട്ട് ഇത് പുതുമശാനാക്കാൻ കൊണ്ട് പ്രശ്നമായത് നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തതൊക്കെ. എന്തായാലും നമ്മളതായാലും വീടെത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത പരിപാടി ചെയ്യാം. ശ്രുതി വെള്ളമൊക്കെ ഓടുകയാണ്. വെള്ളത്ത് നമ്മൾ ശ്രുതിക്ക് കുടിക്കാനായിട്ട് ബക്കറ്റൊക്കെ കാലിയാണ്. വെള്ളം കൊണ്ടുവന്നിട്ടാണ് ശ്രുതി കുടിക്കാനുണ്ട് അല്ലേ ഗൈസ്? നമ്മൾ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി. കാരണം ഓൾറെഡി നനഞ്ഞ് പിണ്ടായിട്ടോ, നമുക്ക് പെട്ടെന്ന് കുളിച്ച് ശരിയാവില്ല. നമ്മൾ അപ്പം തന്നെ കുളിച്ച് ഫ്രഷായി. നമ്മൾ വാങ്ങിട്ടുള്ള കടി എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് രാത്രിക്ക് ഭക്ഷണമില്ല. നമ്മൾ ഇന്നൊരു മുളക് ബജിയും പിന്നെ സുഗിയും 2 ഉഴുന്നുവട സുഗിയും ഓരോന്ന് വെച്ച് അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ തിന്ന ഭക്ഷണം. രാത്രി ഭക്ഷണമൊന്നുമില്ല. നമ്മൾ രാത്രി ഭക്ഷണം പോയിട്ട് കടി കൊണ്ടുവന്ന് പിന്നെ ഇന്നലത്തെ മീൻകറി കുറച്ച്. അപ്പോൾ ആ മീൻകറി മുക്കി കടിയെന്ന് വെച്ചാണ്. കൊച്ചിയിലെ പോലെ കടി വാങ്ങുമ്പോൾ ചമ്മന്തി ഒന്നും കിട്ടിയില്ല ഗൈസ്. കൊച്ചിയിലാണ് ചമ്മന്തി ഇട്ടത്, ഇവിടെ ചമ്മന്തി ഒന്നും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിലുള്ള കറി പ്ലാൻ ചെയ്യും. നമ്മുടെ വീട്ടിലുള്ള കറി കൂട്ടി തട്ടി ഒന്ന് കൂട്ടി വാറി നിറയ്ക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രെഡ് ചെയ്യണം. ഇന്നത്തെ ബ്ലോഗ് അവസാനിക്കുന്നത് നമ്മുടെ ചെറിയ യാത്ര ഉദ്ദേശിച്ച് പോയത്. നമ്മൾ സ്ഥിരം ബ്രെഡ് തന്നെ പോയ കാര്യമൊന്നും നടന്നിട്ടില്ല. നമ്മൾ എപ്പോഴും എവിടെയൊക്കെ എങ്ങോട്ടൊക്കെ എന്ത് ആവശ്യം തുടങ്ങിയാൽ മൂഞ്ചി പോകാന്നല്ലാതെ ഒരു കാര്യം നടക്കുന്നില്ല ഗൈസ്. എപ്പോഴും അപ്പൊ നമ്മുടെ കഷ്ടപ്പാട് തീരുന്നില്ല. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ബൈ ഫ്രം RJ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. എല്ലാ വീഡിയോ അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എനിക്ക് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. അപ്പൊ ഞാൻ വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഫേസ്ബുക്കിന് ഇൻസ്റ്റാഗ്രാമിലേക്ക് ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഉള്ള കാലം അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ എന്തായിരിക്കും.
കാരണം ബ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. നമുക്ക് ഇവിടെ നെറ്റില്ല, ഈ ഈ കാട്ടിൽ നെറ്റില്ല ഗൈസ്. പിന്നെ ജിയോയുടെ 5G കിട്ടി പോയെന്ന അവസ്ഥയാണ്. മലയുടെ മുകളിൽ പോയിട്ട് കിട്ടി നമ്മൾ അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഫാസ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണുമ്പോൾ ബൈ ഗൈസ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ. അപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം.